പുറത്തിറങ്ങാൻ കഴിയാത്തത്ര ശക്തമായ മഴയാണ് കേട്ടോ. എല്ലാ സ്ഥലങ്ങളിലും ഇതൊക്കെ തന്നെയാണല്ലേ, മഴയും കാറ്റും. അതിൽ കൂടി പറയാനായിട്ടാണെങ്കിൽ ഇന്നലെ പോയ കറണ്ടാണ് കേട്ടോ, ഇതുവരെയും വന്നിട്ടില്ല. ഏകദേശം 1 മണി ആയിട്ടുണ്ട് കേട്ടോ. പുറത്തുനിന്ന് ഫുഡ് മേടിക്കാമെന്ന് വെച്ചിരുന്നപ്പോഴത്തേക്ക് പുറത്ത് വണ്ടി എടുത്ത് പോകാൻ കഴിയാത്തത്ര മഴയാണ് കേട്ടോ. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്തായാലും ഉള്ളത് കൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇന്നത്തേക്ക് കഴിക്കാമെന്ന് കേട്ടോ. അപ്പം വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിക്ക് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. കത്തിരിക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ദോശക്കല്ലിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. വെണ്ടയ്ക്ക ഒന്ന് വഴണ്ട് വന്ന സമയത്ത് അതിലേക്ക് വറ്റൽമുളകും ചുമന്നുള്ളിയും ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതിനുശേഷം കത്തിരിക്ക ഞാൻ പറഞ്ഞതുപോലെ ദോശക്കല്ലിൽ നമ്മൾ ഇരുമ്പ് കല്ലുണ്ടല്ലോ അതിലേക്കാണ് കേട്ടോ വയ്ക്കുന്നത് ഫ്രൈ ചെയ്യാൻ. കൂട്ടത്തിലൊരു ചമ്മന്തി അരയ്ക്കാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പും ജീരകവും മുളക് പൊടിയും ചുമന്നുള്ളിയും കൂടി ചേർത്ത് ചമ്മന്തി അരച്ചെടുത്ത്, ചമ്മന്തി നന്നായിട്ടൊന്ന് നന്നായിട്ട് കയ്യിലിട്ടിങ്ങനെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കത്തില്ലേ, അതുപോലെ എടുക്കണമെന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിനുള്ള സമയമില്ല. അപ്പോൾ വെണ്ടയ്ക്ക റെഡിയായി, കത്തിരിക്ക റെഡിയായി, ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഓംലേറ്റും കൂടി ഉണ്ടാക്കാമെന്ന് വെച്ചു. ഓംലേറ്റും കൂടി ഉണ്ടാക്കി. ഇതിൽ മുട്ടയിൽ ഉള്ളിയോ പച്ചമുളകോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, പ്ലെയിൻ ആയിട്ടുള്ള ഓംലേറ്റാണ്. പിന്നെ എന്നാലും ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ ഒരു കറി ഇല്ലെങ്കിൽ ശരിയാകില്ല എന്നൊരു തട്ടിക്കൂട്ട രസവും കൂടി